പ്രിയ സ്നേഹിതരെ, സഭയുടെ ആത്മീയ പരിസരം ഇപ്പോൾ ഭിന്നതകൾ കൊണ്ട് കലുഷിതമായി കൊണ്ടിരിക്കുകയാണ്. ആശ്വാസകരമായ സത്യം എന്താണെന്ന് വെച്ചാൽ, സഭയുടെ ആരംഭദശ മുതൽ തെളിഞ്ഞു കാണുന്നൊരു ദുർലക്ഷണമാണിത്. ഭിന്നതകൾ നിന്നുകൊണ്ട് തന്നെ സഭ വളർന്നു വിപുലമായി. യേശുവിൻ്റെ ഇടത്തും വലത്തും ഇരിക്കുവാനുള്ള അതിമോഹം യോഹന്നാനും യാക്കോബും വെളിപ്പെടുത്തിയപ്പോൾ മറ്റു ശിഷ്യന്മാർക്കിടയിൽ അത് അസ്വസ്ഥതയുടെ അപസ്വരമായി മാറുന്നുണ്ട്. വിട പറയുന്നതിന് തൊട്ടു മുമ്പ് ഗുരുസ്നേഹത്തോട് ഒരുക്കിയ അന്ത്യത്താഴവേളയിൽ പോലും അത് പ്രകടമായിരുന്നു. തങ്ങളിൽ ആരാണ് വലിയവനെന്ന് തർക്കിച്ചു നിന്ന് അവരുടെ പാദം ഒരു വിങ്ങലോടെയാണ് അവിടുന്ന് കഴുകിത്തീർത്തത്. ഒരു സത്യം കൂടി ധ്യാനിക്കുന്നത് നല്ലതാണ്. അവിടുന്ന് പീഡകൾ ഏറ്റുവാങ്ങുവാൻ മനുഷ്യകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുന്നതിന് മുമ്പ് ഏറ്റവും തീഷ്ണതയോടെ മനമുരുകി പ്രാർത്ഥിച്ചത് എന്തിനാണെന്നറിയുമോ? സഹനം അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ള കരുത്തിന് വേണ്ടിയല്ല, ശിഷ്യന്മാർ നല്ല പ്രബോധകരാകാൻ വേണ്ടിയല്ല, അവർ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകാൻ വേണ്ടിയല്ല, ആത്മബലമുള്ളവരാകാൻ വേണ്ടിയല്ല. അവിടുന്ന് മുഖ്യമായും ഹൃദയം നിറങ്ങി പ്രാർത്ഥിച്ചത് അവർക്കിടയിൽ ഐക്യമുണ്ടാകാൻ വേണ്ടിയാണ്. അവരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി, പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകമറിയുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 21-ാം വാക്യം. ഈ അധ്യായം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തുവിന് നമ്മെക്കുറിച്ചുള്ള മോഹമാണ്, എല്ലാവരും ഒന്നാവണമെന്ന മോഹം. ജീസസ് വാണ്ടഡ് us to be a community of unity. സുവിശേഷത്തിലെ ക്രിസ്തുവിന് ഏറ്റവും ദീർഘവും ശ്രേഷ്ഠവുമായ പ്രാർത്ഥന ഇതുതന്നെയാണ്. ഈ പ്രാർത്ഥന തന്നെയാകട്ടെ നമ്മുടെ ഹൃദയത്തിലും നിറയേണ്ടത്. ക്രിസ്തുവേ, നീയും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ ഞങ്ങളെയും ഒന്നാക്കണമേ. ആമേൻ.